ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് സച്ചിയും രേവതിയും ശ്രുതിയും കൂടെ വന്നു നിൽക്കുന്ന ആ ഒരു രംഗം കണ്ട് ഞെട്ടി നിൽക്കുന്ന ശ്രുതിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ശ്രുതി, അയ്യോ ഇതാരാ വന്നിരിക്കുന്നത്? ശ്രുതിയാണല്ലോ. അയ്യോ, കൂടെ സച്ചി രേവതി ഉണ്ടല്ലോ. അയ്യോ, ഇതെന്താ ഇവരിവിടെ? എല്ലാ സത്യങ്ങളും അറിഞ്ഞോ എന്ന് ഓർത്തിങ്ങനെ പേടിച്ചു പരിഭ്രമിച്ച് നേരെ അടുക്കളയിലേക്ക് ഓടുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശ്രുതിയുടെ അമ്മയോട് അമ്മ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പുറകുവശത്തേക്ക് പോവുക. പുറകുവശത്തേക്ക് പോയി ഒളിച്ചു നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നു. ശ്രുതിയുടെ അമ്മ വന്നിട്ട് എന്താ മോളെ പറ്റിയത്? അത് അത് പിന്നെ അമ്മേ, അവര് വന്നു. ആര് വന്നു? അത് പിന്നെ ശ്രുതി വന്നിട്ടുണ്ട്. കൂടെ സച്ചി രേവതി ഉണ്ട്. ഇനിയിപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? എനിക്കറിയില്ല അമ്മേ. ഞാന് ഇവിടെ വന്നത് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാനാ? മറ്റാർക്കും അറിയില്ലല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. പിന്നെ എന്തിനായിരിക്കും? എന്താ അതെനിക്കറിയില്ല. എന്തിനാ വന്നതെന്ന് ചോദിക്ക്. നിങ്ങളുടെ വായിൽ നിന്നൊന്നും പുറത്തു വരരുത്. ഞാനിവിടെ ഉണ്ടെന്ന് ശ്രുതിയോട് പറയുകയോ ചെയ്യരുത്. ശരി മോൾ ഇവിടെ നിൽക്കുക, ഞാൻ പോയി ചോദിക്കാം. ഞാനേ പോയി നോക്കിക്കോളാം. മോള് സമാധാനമായിട്ട് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ അവിടെ നിർത്തിയിട്ട് നേരെ ശ്രുതിയുടെ അമ്മ ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യമാണെങ്കിൽ കേറി വാ ആന്റി, കേറി വാ രേവതി ആന്റി, സച്ചിയങ്കിളെ കേറി വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് വരികയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ വന്നിട്ട് ആരൊക്കെ ഇത് വന്നിരിക്കുന്നത്? കേറി വാ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും ശ്രുതിയും ഒക്കെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിനെയും സച്ചിനെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത പരിഭ്രമം ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ മുഖത്ത് ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, അതെന്താ നിങ്ങൾ ഇവിടെ? അത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നത് എന്താണെന്ന് ചോദിച്ചാല്, അത് പിന്നെ അതെ, ഒരാളെ കാണാനില്ല ആന്റി. പോലീസിന്റെ ജോലി ഞങ്ങളെ ഏറ്റെടുക്കുക. കാണാതെ ആയ ആളെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുക. സച്ചേട്ടാ മിണ്ടാതിരുന്നേ. ആന്റി, ഇദ്ദേഹം അറിയാലോ, സച്ചേട്ടന്റെ ഏട്ടനാ. എനിക്കറിയാം. ഞാൻ അന്ന് താലിമാറ്റൽ ചടങ്ങിന് വന്നപ്പം കണ്ടിരുന്നല്ലോ. അത് തന്നെ. ഇത് സച്ചേട്ടന്റെ ഏട്ടനാണ്. അല്ല, മോനെന്താ അവിടെ നിൽക്കുന്നത്? മോൻ അകത്തേക്ക് വാ. രേവതി, മോനോട് അകത്തേക്ക് വരാൻ പറ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് കയറി വന്ന് പകുതി വരെ നിന്നു. അകത്തേക്ക് കയറാൻ തോന്നുന്നില്ല കേട്ടോ ശ്രുതിക്ക്. അപ്പൊ സച്ചി പറഞ്ഞാടാ, എന്തിനാടാ നീ അവിടെ നിൽക്കുന്നത്? കയറി വാടാ എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കയറി വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോയിട്ടോ. അപ്പൊ നമ്മുടെ ആദീനെ കൊഞ്ചിച്ചോണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ശ്രുതിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം ശ്രുതി ചോദിച്ചു, അമ്മേ എന്താ അവര് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ മോളെ പേടിക്കാനൊന്നുമില്ല, നീ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞിട്ടുള്ള വരവാന്നൊന്നും തോന്നുന്നില്ല. സമാധാനമായി അമ്മേ. അയ്യോ അമ്മ അവരെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടോളാം. മോള് ഒരു കാര്യം ചെയ്യും, മോൾ ഇവിടെ നിൽക്കുക. അത് പിന്നെ മോളെ ശ്രുതിക്ക് കാപ്പിയാണോ ചായയാണോ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ഇപ്പൊ അതാണോ മുഖ്യം? അത് പിന്നെ ആദ്യമായിട്ട് മരുമകൻ വീട്ടിൽ വന്നല്ലേ, അതാ. ഇപ്പൊ ചായയും കാപ്പിക്ക് അവിടെ നിൽക്കട്ടെ. അമ്മ എങ്ങനെയെങ്കിലും അവരൊന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അതല്ലേ അമ്മ ചെയ്യേണ്ടത്. ശരി മോളെ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അമ്മ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ശ്രുതിക്ക് കുറച്ച് ആശ്വാസമായി എന്ന് തോന്നുന്നു. കാരണം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല അങ്ങോട്ട് എത്തിയത്. ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെ തന്നെയാണ്. ശ്രുതിയാണെങ്കിൽ കുനിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവിടെയും നമ്മുടെ ശ്രുതിനെ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വിഷമം എല്ലാം മുഖത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുക, എടാ ആദിക്കുട്ട, നീ എന്താണോ ഒന്നും മിണ്ടാത്തത്? നീ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ വെള്ളമായിട്ട് വന്നിട്ട് ഇന്നാ മോനെ എന്നും പറഞ്ഞ് ശ്രുതിക്ക് കൊടുത്തു. അപ്പൊ ശ്രുതി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സച്ചു പറഞ്ഞു, ഇങ്ങ് താമേ, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് സച്ചു മേടിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് ആദ്യം ചോദിക്കുകയാണ്, അതെ അങ്കിളിന്റെ പേരെന്നാ? എന്റെ പേര് ശ്രുതി. എന്റെ പേര് ആദി എന്നാണ്. എന്റെ കയ്യിലെ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഈ ഹെലികോപ്റ്റർ അങ്കിളിന് ഇഷ്ടായോ? ഇതേ എന്റെ ആന്റി മേടിച്ചു തന്നതാ. അല്ല മുമ്മേ, ആന്റി എവിടെ പോയി? ആന്റി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവരെ ഒന്ന് കാണിച്ചു കൊടുത്തേ ആന്റീനെ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല ആരെക്കുറിച്ച് ആദ്യം പറയുന്നത്? അത് പിന്നെ അല്ല ആന്റിയുടെ മകളെ കുറിച്ചാണോ? ഹേയ് അല്ല, എന്റെ റിലേഷനിലുള്ള വേറൊരു പെൺകുട്ടീനെ കുറിച്ചാ പറയുന്നത്. അവള് ദുബായിൽ നിന്ന് ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ആ പെൺകുട്ടീനെ കണ്ടിട്ടാ ഇവൻ ആന്റി എന്ന് പറയുന്നത്. ആ പെണ്ണിനെയും ആന്റി എന്നാ വിളിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും
നമ്മുടെ ആദ്യം പറയാ, അതെ ഞാൻ കല്യാണി ആന്റീനെ കുറിച്ചാ പറഞ്ഞത് അമ്മൂമ്മ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ കല്യാണി ആന്റി ഇവിടെ ഇല്ലല്ലോ. മോനെ ഒരു കാര്യം ചെയ്യ്, പോയി കളിക്ക്. അതെ ഞാനേ ഒരു കാര്യം ചെയ്യാം, ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, ഞാനേ ഒരു ഫ്രോഡിനെ തേടി ഇറങ്ങിയതാ. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ദേ സച്ചി എന്റെ ശ്രുതിനെ കുറിച്ച് അങ്ങനെ വല്ല പറഞ്ഞോണ്ടല്ലോ. എന്താടാ പറഞ്ഞാല്, അവളൊരു ഫ്രോഡല്ലേ, ഫ്രോഡ് ആയതുകൊണ്ടല്ലേ ഇറങ്ങിപ്പോയത്. അപ്പൊ രേവതി പറഞ്ഞു, സച്ചേട്ടൻ മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നും പറയില്ല, നമ്മൾ വേറൊരു വീട്ടിലല്ലേ ഉള്ളത്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിച്ചു, എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ട്, ഇദ്ദേഹത്തിന്റെ വൈഫെ പിണങ്ങിപ്പോയി. അന്ന് താലിമാറ്റൽ കെട്ടൽ ചടങ്ങിന് ആന്റി അവളെ കണ്ടു കാണുമല്ലോ. ഞാൻ ഓർക്കുന്നുണ്ടോ, കണ്ടിരുന്നു. അവള് എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായതാ കുടുംബത്തില്, ഇവർക്കിടയിലെ ചെറിയൊരു ഇഷ്യൂ. അങ്ങനെ അവള് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയതാ. അയ്യോ മോളെ, എവിടേക്കാ പോയത്? അതറിയില്ലമ്മേ, ഞങ്ങള് അവളെ അന്വേഷിച്ച് ഈ നാട് മുഴുവൻ കറങ്ങുക. കുമാരമംഗലത്തേക്ക് വന്നോന്ന് ചെറിയ സംശയമുണ്ട്, അതാ ഞങ്ങൾ ഇവിടെ വന്നത്. എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ ശ്രുതി അന്ന് വീട്ടിൽ വെച്ച് കണ്ടതല്ലേ ശ്രുതിയെ, ഈ നാട്ടിൽ വല്ലതും അവളെ കണ്ടിരുന്നോ? അവൾക്ക് ഇവിടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അയ്യോ, ഞാന് അവളെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല മോളെ. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും. അവക്കിവിടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാല് അത് പിന്നെ ഞാൻ എങ്ങനെയാ മോളെ പറയുക, ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ കുട്ടീനെ. അത് പിന്നെ കുമാരപുരത്തേക്ക് വരുന്ന ബസിന്റെ ടൈമാ ശ്രുതി ആരോടോ ചോദിക്കുന്നത് പാർലറിൽ സ്റ്റാഫ് കേട്ടിരുന്നു. അതുകൊണ്ട് അവൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അപ്പം ആന്റി അവള് ഈ നാട്ടിൽ കണ്ടിട്ടേ ഇല്ലല്ലേ? അപ്പം എന്റെ ശ്രുതി ഇവിടെയും ഇല്ലല്ലേ? എന്റെ ശ്രുതി അപ്പൊ എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ കുമാരപുരത്തേക്കുള്ള ബസിന്റെ സമയം ചോദിച്ചത് കൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരണമെന്നില്ലല്ലോ, വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങാലോ. അപ്പൊ സച്ചി പറഞ്ഞു, അത് ശരിയാ, ഇനി ഇവിടെ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ലടാ, നീ വല്ല മലേഷ്യയിലും പോയി അന്വേഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതി അങ്ങോട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. വല്ലാത്ത കരച്ചില്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. ഏതായാലും മരുമോനാണല്ലോ കിടന്ന് കരയുന്നത്, അതും നമ്മുടെ ശ്രുതി കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആ ഒരു സങ്കടം വരുമല്ലോ. എന്നിട്ട് തന്നെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാ, അവളോട് ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ അവളോട് തെറ്റ് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി, അവളോട് കള്ളം പറയരുതായിരുന്നു. ഇപ്പം അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല എന്റെ ഈശ്വര. എന്റെ ശ്രുതിക്ക് ഒരാപത്തും വരുത്താതെ എന്റെ കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, മോനെ കരയാതെ, അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് അറിയാമോ ആന്റി? ഞാൻ അവളോട് കള്ളം പറയരുതായിരുന്നു, അവളോട് ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. എന്നെ ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയി. അപ്പോഴും ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നില്ല. പിന്നെ അതോടുകൂടി എന്റെ ജീവിതം തൊലഞ്ഞു പോയിന്ന് ഞാൻ കൂട്ടിയിരുന്നതാ. ഇപ്പോഴും ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവില്ല എന്ന് കരുതിയതാ ഞാന്. പക്ഷേ അതെല്ലാം മാറ്റിമറിക്കാനായിട്ട് എന്റെ ശ്രുതി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു മാലാഹയെ പോലെ. എന്നിട്ട് അതും എനിക്ക് തട്ടിത്തെറിപ്പിക്കേണ്ട അവസ്ഥ വന്നില്ലേ? അവളും ഞാന് വലിയ നിലയിലെത്തണമെന്നേ അവളും ഒരുപാട് ആഗ്രഹിപ്പിച്ചതാ. എന്റെ അമ്മയെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെ ഞാൻ ശ്രുതിയും ഇഷ്ടപ്പെടുന്നുണ്ട്. അവളെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവള് കാണാൻ നിന്നില്ലല്ലോ. എന്നെ 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 അവള് അതുപോലെ സ്നേഹിച്ചില്ലേ? എന്റെ എല്ലാമാ. പക്ഷെ അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദി പറഞ്ഞു, അല്ല മോമേ, ഈ അങ്കിൾ എന്തിനാ കരയുന്നത്? അത് പിന്നെ ഒന്നുമില്ല മോനെ, അങ്കിളിന്റെ വിഷമം കൊണ്ട് കരയുന്നതാ. എന്തു പറ്റി അങ്കിളിന് അത്ര വിഷമമായോ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, കല്യാണത്തിന് മുമ്പ് എനിക്ക് കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു. അന്ന് അവൾ എന്നെ സമാധാനിപ്പിച്ചു, എന്റെ കൂടെ നിന്നു. സാരമില്ല, പോട്ടെ, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയാൽ അന്ന് പോയാ മതിയെന്ന് അവൾ എന്നോട് പറഞ്ഞു, സമാധാനപ്പെടുത്തി. എന്നിട്ട് അവൾ തന്നെ ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നു. അവൾ എന്റെ കൂടെ നിന്നു. ദേ, ജോലി ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൾ എന്നെ കല്യാണം കഴിക്കാന്ന് അന്നൊക്കെ തീരുമാനിച്ചതും. അത്രമാത്രം അവൾ എന്നെ സ്നേഹിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും അവക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അതായിരിക്കും ആന്റി അവള് പോയത്. അത് തന്നെയായിരിക്കും പോയത്. എനിക്ക് അവള് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാനും അവള് സ്നേഹിച്ചിരുന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ ശ്രുതിനെ പറ്റിച്ചു. അവളുടെ മനസ്സ് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു.
അത് തന്നെയാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതൊരു വലിയ തെറ്റ് തന്നെയാ. ആ തെറ്റ് ഒരിക്കലും ഒരിക്കലും തിരുത്താൻ ഇനി പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ ആദിക്കുട്ടന് വരെ സങ്കടം വന്നു എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അങ്ങനെ നമ്മുടെ ആദിക്കുട്ടൻ പതിയെ വന്നിട്ട്, അങ്കിളെ കരയാതെ അങ്കിളെ, അങ്കിൾ എന്തിനാ അങ്കിളെ കരയുന്നത്? ദേ ഇങ്ങനെ കരയരുത് കേട്ടോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട്, അങ്കിളിന്റെ ശ്രുതിയെ പെട്ടെന്ന് അങ്കിളിന്റെ അടുത്ത് വരൂ കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാമേ, ഞാന് അമ്പാട്ടിയോട് പ്രാർത്ഥിക്കാമേ എന്നൊക്കെ ആ കുട്ടിയുടേതായ ആ ഒരു രീതിയിലൊക്കെ പറയാണ്. കാരണം ഇത് കണ്ടു നിൽക്കുന്ന ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ല. സത്യമായിട്ട് നമുക്കും ചെറിയൊരു വിഷമമൊക്കെ തോന്നും. നമ്മുടെ ശ്രുതിയോട് ചെറിയൊരു എന്താ പറയുക, ഒരു ഇഷ്ടമൊക്കെ തോന്നും ആ കരച്ചിൽ കാണുമ്പോഴത്തേക്കും. കാരണം അത്രമാത്രം മനസ്സിൽ തട്ടിയാണ് നമ്മുടെ ശ്രുതി പറയുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്കും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശ്രുതിയും വല്ലാത്ത സങ്കടത്തോടു കൂടി തന്നെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നത്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എണീറ്റു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാ, അതെ ഇപ്പൊ നിന്നെ അവൾക്ക് മനസ്സിലായി കാണും, അതുകൊണ്ട് പിണക്കം മറന്നേ വീട്ടിൽ എത്തിക്കോളും. അപ്പൊ സച്ചി പറഞ്ഞ്, അയ്യേ എന്തൊരു കരച്ചിലാടാ ഇത്, ഇങ്ങനെ പട്ടി കിടന്ന് പോകുന്ന പോലെ പോകാതെ ബാടാ വീട്ടിൽ പോകാം. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവള് വന്നോളും, നിങ്ങൾ പോകാൻ നോക്കി. ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, ഞങ്ങൾ എന്തിനാ ആറ്റി പേടിക്കണത്? എനിക്ക് ഇവനെ അധികം പേടിയൊന്നുമില്ല, ഇവനല്ലേ പേടി, ഞങ്ങൾ എന്തിനു പേടിക്കണം, വടാ 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 പോകാം പോകാം. ഏതായാലും ഇനി അവളെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, വാടാ വാടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് സച്ചി വേഗം വിളിക്കുകയാണ് കേട്ടോ. ഏതായാലും ലാസ്റ്റ് നമ്മുടെ രേവതി ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. അതുപോലെ അവരെല്ലാവരും ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ശ്രുതി മാറി നിന്ന് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതിക്ക് സത്യം പറഞ്ഞ ശ്രുതിനെ വല്ലാണ്ടങ്ങ് മനസ്സിലായി എന്ന് വേണം പറയാൻ. മറിഞ്ഞു നിന്ന് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, നമ്മുടെ ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് ചെന്നില്ലേ ശ്രുതിയുടെ അടുത്തേക്ക്. എന്നിട്ട്, എന്താടി നീ പറഞ്ഞത്? ഞാൻ ഓർത്തു നിന്റെ കയ്യിലാ ശരിന്ന്. എന്നിട്ട് ഇപ്പൊ ആ ചെറുക്കം കിടന്ന് കരയുന്ന കേട്ടോ, പട്ടി കരയുന്നത് പോലെ. എടി, ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരുത്തനെ നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരുത്തനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ലടി. നീ എന്താ വിചാരിച്ചത്? ഞാൻ ഓർത്തു നീ പറഞ്ഞതാ സത്യന്ന്. പക്ഷെ ആ പൊന്നുമോ കരയുന്ന കണ്ടപ്പോഴേ എന്റെ ചങ്ക് പൊട്ടിപ്പോയിടി. കണ്ടോ, എന്റെ മോന്റെ ചങ്ക് പൊട്ടിപ്പോയത് നീ കണ്ടോ? സമാധാനപ്പെടുത്തിയത് കണ്ടോ? ആ കുഞ്ഞു ചെറുക്കന്റെ ഒരു അറിവ് പോലും നിനക്കില്ലല്ലോടി. നിന്റെ മോൻ കാണിച്ചതിന്റെ പകുതി അറിവ് നീ കാണിച്ചാൽ മതിയായിരുന്നല്ലോ. പാവം ഉണ്ടടി, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അവന് എല്ലാം മറച്ചു വെച്ചത്. നീ അത് മനസ്സിലാക്ക്. ദേ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇപ്പം തന്നെ നീ വിട്ടുപൊക്കോണം. നീ അവിടെ കാണണം. ഇവരവിടെ ചെല്ലുമ്പോ നീ അവിടെ കണ്ടിരിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ആ ചെറുക്കം വല്ല കടുങ്കയും ചെയ്ത് കളയും. ദേ നിനക്ക് ദൈവം കൊണ്ട് തന്നതാടി അവനെ. ഇത്രയും സ്നേഹമുള്ള ഒരുത്തനെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാല് ഞാൻ കണ്ടിട്ടില്ല. നിനക്കറിയാലോ നിന്റെ അച്ഛന്റെ കാര്യമൊക്കെ. നീ ചെയ്ത ഏതോ ഒരു പുണ്യത്തിന്റെ പേരില അവനെ ദൈവം നിനക്ക് തന്നത്. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നിന്നെ. പാവം, അവന് ജോലി പോയപ്പോഴേ നീ അവനെ ഇട്ടിട്ട് പോയാലോ എന്ന് ഓർത്തിട്ടാടി അവനത് നിന്നോട് പറയാതിരുന്നത്. എന്നിട്ടും നീ അവനോട് കാണിക്കുന്നത് വലിയ വിശ്വാസവഞ്ചനയല്ലേ? ആ കള്ളത്തരം നീ മറച്ചു വെച്ചില്ലേ? അവൻ ചെയ്തത് എന്ത് കള്ളത്തരവാടി? അവൻ ചെയ്തത് കള്ളത്തരമൊന്നുമല്ല, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളത്തരം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നീ എന്തായിരിക്കും? നീ പിന്നെ ആരായിരിക്കും? നിനക്ക് പിന്നെ എന്തെങ്കിലും വില കാണുമോ? അതുകൊണ്ട് ശ്രുതി, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. പിന്നെ നിന്റെ മകനെ കുറിച്ച് ഓർത്തോ എന്നെ കുറിച്ച് ഓർത്തോ നീ വിഷമിക്കണ്ട. അവൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ കൂടെ നല്ല സുഖമായിട്ട് അവൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കും. നീ ഇപ്പൊ ഇറങ്ങിപ്പോ മോളെ നീ പോകാൻ നോക്ക്. അവനെ ഇനി വിഷമിപ്പിച്ചാലേ ദൈവം നിന്നോട് പൊറുക്കില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഒരു ചെറിയ ബോധോദയൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവുകയാണ് തന്റെ ഭർത്താവ് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ശ്രുതിക്ക് ഉണ്ടാവുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇനി എന്ത് ചെയ്യും? വീണ്ടും എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വരില്ലേ? നീ ഇപ്പം അതൊന്നും ചിന്തിക്കണ്ട. ഇത്രയും നാൾ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിരുന്നു. ആ വിവാഹം കഴിച്ചതിൽ ഞാൻ നിന്നോട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഒരു നല്ലതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നീ ചെന്നെത്തിയിരിക്കുന്നത് ഏറ്റവും നല്ല കുടുംബത്തിലും ഏറ്റവും സുരക്ഷിതത്വമുള്ള കൈകളിലുമാ. അതെനിക്ക് ഇന്ന് മനസ്സിലായി. അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോളെ നീ ഒന്നും പറയണ്ട, നീ ഇപ്പൊ തന്നെ പോകാൻ നോക്കുക എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നേരെ വീട്ടിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ഈ സമയം നമ്മുടെ രേവതിനെയും സച്ചിനെയും അതുപോലെ തന്നെ സുധീനെയും കാണിക്കുന്നുണ്ട്. രേവതി സച്ചിയും സുധിയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ സച്ചി വണ്ടി നിർത്തി കുറെ സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണിച്ച് ചോദിക്കാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ചോദിച്ചിട്ടും ആർക്കും നമ്മുടെ ശ്രുതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ സച്ചി പറഞ്ഞു, ഇതിപ്പം വെറുതെയാന്നാ തോന്നുന്നത്. എന്റെ പൊന്ന് ശ്രുതി, നീ ഒരു കാര്യം ചെയ്യേ, മലേഷ്യയിലും വല്ലതും പോയി അന്വേഷിക്കാൻ നോക്കാം. അവൾ ഇവിടെ ഒന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ബാ, നമുക്കിപ്പം വീട്ടിൽ പോകാം
എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ വരില്ല, ഞാൻ അവളില്ലാതെ വരില്ല. അവളില്ലാതെ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോടാ നിനക്ക്? എടാ, നീ ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചല്ല, നീ നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കണമായിരുന്നടാ, നേരത്തെ ഇതൊക്കെ നീ ചിന്തിക്കണമായിരുന്നു, എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. ആ പെണ്ണിന് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ആ പെണ്ണിനെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടാ മിണ്ടാതിരിക്കും സച്ചേട്ടാ, അതെ ശ്രുതി ബാ നമുക്ക് പോകാം, വീട്ടിലേക്ക് പോകാം. ഏതായാലും ഭയങ്കര വിഷമത്തിലായിരിക്കും ആ കുട്ടി പോയത്, ശ്രുതി പോയിട്ടുണ്ടായിരിക്കുക. വിഷമമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു വരും, ബാ നമുക്ക് വീട്ടിലേക്ക് പോകാം. അത് പിന്നെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാ അവളില്ലാതെ? ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് ഇനിയിപ്പം അവളില്ലാതെ നമുക്ക് ചെന്നല്ലേ പറ്റൂ. അവള് വരും, ആ ആന്റിയും പറഞ്ഞില്ലേ അവള് വരുന്ന. മുതിർന്നവര് പറയുന്നതൊക്കെ ശരിയാ, അവർക്കൊക്കെ അനുഭവങ്ങൾ കൂടുതലുള്ളതല്ലേ. അതുകൊണ്ട് പിണക്കമൊക്കെ മാറി സങ്കടമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും അവള് വന്നോളും. വാ സുധി നമുക്ക് പോകാന്ന് പറഞ്ഞ് സുധീനെ വിളിച്ച് കാറിൽ കയറ്റാണ് നമ്മുടെ രേവതി. അങ്ങനെ ഇവര് നേരെ വീട്ടിലേക്ക് ചെല്ലാണ്. ഏതായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴല്ലേ സംഭവങ്ങളൊക്കെ എന്താ പറയുക, പെട്ടെന്ന് മാറി മറിയുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി ഉണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിനെ കണ്ടു കഴിയുമ്പോൾ ശ്രുതി ഹാപ്പി ആകും. അതിനിടയിൽ കുറച്ച് എന്താ പറയുക, നമ്മുടെ സച്ചിക്കിട്ട് നല്ല തട്ടൊക്കെ കിട്ടുന്നുണ്ട്. തട്ടെന്ന് പറഞ്ഞാൽ അടിയൊന്നും അല്ല കേട്ടോ, നമ്മുടെ സച്ചിയെ തന്നെയാണ് അപ്പോഴും ശ്രുതി കുറ്റം പറയുന്നത്. എന്റെ ഭർത്താവിനെ കുറിച്ച് ഇനി ഒരക്ഷരം ഇനി നിങ്ങൾ മിണ്ടാൻ പാടില്ല, എന്റെ ഭർത്താവ് എന്തുമായിക്കോട്ടെ ഏതുമായിക്കോട്ടെ അത് ഞാൻ സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് തകർപ്പൻ ഡയലോഗൊക്കെ അടിച്ചു വിടുന്നുണ്ട്. അപ്പൊ ഏതായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇന്ന് ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ടോ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.